മോദി സർക്കാർ ഭരണത്തിൽ കയറിയ അന്നു മുതൽ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. രാജ്യത്തിനെതിരായി നിൽക്കുന്ന ഒരു ശക്തിയെയും ജീവനോടെ വിടില്ല എന്നത്. BJP സർക്കാർ വന്നതിനു ശേഷമാണ് കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ കുറഞ്ഞത്. കാശ്മീരിൽ ഇന്ന് ഭീകരവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞത് മോദിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഭരണം തന്നെയാണ്. ഭീകരവാദം നടത്തുന്നവരെ കണ്ടെത്തി രാജ്യത്തിൽ നിന്ന് അവരെ വേരോടെ അറുത്തുമാറ്റുക തന്നെ ചെയ്യും. ഭീകരവാദവും ചാരപ്രവൃത്തിയും ചെയ്യുന്നവരെ കണ്ടെത്തി രാജ്യത്ത് നിന്ന് അവരെ ഉന്മൂലനം ചെയ്യുമെന്നും മോദി സർക്കാർ വീണ്ടും താക്കീത് നൽകുകയാണ്. കാശ്മീരിൽ സൈന്യത്തിന് നേരെ കല്ലെടുക്കുന്നവരോടും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരോടും ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ആവർത്തിച്ചു പറയുകയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ജമ്മു കാശ്മീരിൽ ഒരു തീവ്രവാദിയുടെ കുടുംബത്തിന് പോലും സഹായം ലഭിക്കില്ല എന്നും ആ കുടുംബങ്ങളിലെ ആർക്കും തന്നെ ഒരു രീതിയിലുള്ള സർക്കാർ ജോലികൾ നൽകില്ല എന്നും ആഭ്യന്തരമന്ത്രി താക്കീത് നൽകുന്നു. കാശ്മീരിൽ ആരെങ്കിലും ഒരു തീവ്രവാദ സംഘടനയിൽ ചേർന്നാൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകില്ല. ഇത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. ആരെങ്കിലും സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞാൽ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് യാതൊന്നും ലഭിക്കില്ല. ഈ തീരുമാനത്തിനെതിരെ ചിലർ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ വിജയം BJP സർക്കാരിനൊപ്പം തന്നെയായിരുന്നു. തങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും തീവ്രവാദ സംഘടനയിൽ ചേർന്നാൽ ആ കാര്യം ബന്ധുക്കൾക്ക് സർക്കാരിനെ അറിയിക്കാം. അങ്ങനെയുള്ളവർ സർക്കാർ ജോലികൾക്ക് യോഗ്യരാണ്. ഒരു ഭീകരനെ വധിച്ചാൽ അയാളുടെ ശവസംസ്കാര ചടങ്ങുകൾ ആ പ്രദേശത്ത് നടത്തുന്ന പതിവുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവസാനിപ്പിച്ചു. വധിക്കുന്നവരെ എല്ലാ മതപരമായ ആചാരങ്ങളോടും കൂടി തന്നെയാണ് ഞങ്ങൾ അടക്കം ചെയ്യുന്നത്. എന്നാൽ അത് അവരുടെ പ്രദേശത്തായിരിക്കില്ല എന്നുള്ളതാണ്. ഭീകരവാദം നടത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടവരുടെ അമ്മയെയോ ഭാര്യയെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ഞങ്ങൾ ബന്ധപ്പെടും. ഭീകരനോട് കീഴടങ്ങാൻ അവരെ കൊണ്ട് അഭ്യർത്ഥിപ്പിക്കും. അവർ പറഞ്ഞിട്ടും കീഴടങ്ങിയില്ല എങ്കിൽ അവൻ്റെ മരണം ഉറപ്പാണ്. ഇന്ന് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞു. അതിൻ്റെ കാരണം BJP സർക്കാരിൻ്റെ ശക്തമായ ഇത്തരത്തിലുള്ള നിലപാട് തന്നെയാണെന്ന് അമിത് ഷാ അടിവരയിട്ട് പറയുന്നു. അതേസമയം രാമക്ഷേത്രം നിർമ്മിക്കാതെ വിശ്വാസികളെ വഞ്ചിച്ച കോൺഗ്രസിനെതിരെയും കേന്ദ്രമന്ത്രി അമിത് ഷാ തുറന്നടിച്ചു. 70 വർഷത്തോളം രാമക്ഷേത്ര നിർമ്മാണത്തിന് കോൺഗ്രസ് തടസ്സം സൃഷ്ടിച്ചുവെന്നും വിശ്വാസികളുടെ ആഗ്രഹം സഫലമാക്കാൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരേണ്ടി വന്നുവെന്നും അമിത് ഷാ പറഞ്ഞു. 70 വർഷമായി കോൺഗ്രസ് മുടക്കിയ രാമക്ഷേത്രം നിർമ്മിച്ചത് നരേന്ദ്രമോദിയാണ്. രാമഭക്തർക്ക് നേരെ വെടിയുതിർത്തവരും രാമക്ഷേത്രം പണിതവരും തമ്മിലായിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുന്നത്. രാമഭക്തർക്ക് നേരെ വെടിയുതിർത്ത സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും അമിത് ഷാ പറഞ്ഞു.